ഒരു വേള മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, എന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ഉറക്കെ ചൊല്ലി വിട പറയാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ ഹബീബെ അവിടത്തെയുടെ സന്തോഷവും അവിടത്തെയുടെ ഏറ്റവും നല്ല പൊരുത്തവും കിട്ടുന്ന ലഭിക്കുന്ന ഒരു പാഠം, ഒരു അറിവ് എനിക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് സയ്യിദ് ഇബ്നു അസ്ലമേ? സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, എനിക്ക് നന്മകൾ ചെയ്യണം. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആനിൽ പറഞ്ഞതുപോലെ എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുവരണം. ആ നല്ല വഴികളിലൂടെ എനിക്കൊന്ന് കടന്നു പോകണം. അതിനുള്ള ഉപദേശം എനിക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഉലൂമുകൾ, ഇൽമുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ചുരുക്കി പറയുകയാണ്, അള്ളാന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു. എല്ലാ സ്വഹാബത്തും മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ പരിശുദ്ധമാക്കപ്പെട്ട റൗള ഷരീഫിലുള്ള ഖബർ ഷരീഫിന്റെ ചാരത്ത് ബഹുമാന്യരായ സ്വഹാബ കിറാം സങ്കടത്തോടെ, വിഷമത്തോടെ, ദുഃഖത്തോടെ അവര് കാത്തിരിക്കുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ വർത്തമാനം കേൾക്കാനില്ലാതെ, ഹബീബിന്റെ പുഞ്ചിരി കാണാനില്ലാതെ വേദനപ്പെട്ട് സങ്കടപ്പെട്ട് സ്വഹാബത്തിരിക്കുമ്പോ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നമ്മൾ എത്രയെന്നും പറഞ്ഞാണ് ഇതുപോലെ സങ്കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ മക്കള് പട്ടിണിയാകും, നമ്മുടെ ഭാര്യമാര് പട്ടിണിയാകും, നമ്മൾ ചിലവന് കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഒക്കെ അവര് പട്ടിണിയാകും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കാതെ, നിങ്ങൾക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാലും നിങ്ങൾ ഇവിടെ ഇരിക്കരുത്. നിങ്ങളുടെ മക്കളെ നോക്കുന്നത്, ഭാര്യയെ നോക്കുന്നത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇരുത്തം ഇവിടെ ഇരിക്കരുത്. നിങ്ങൾ പോവുക, നിങ്ങളുടെ ജോലികൾ തേടുക, നിങ്ങളുടെ കുടുംബത്തിന്റെ കണ്ണീര് മാറ്റുക. സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും അതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് ലാഹിഖം മസ്റൂറ, നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ അല്ലാഹുവേ, മുത്തുനബിയുടെ മുമ്പിൽ കടന്നു പോയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പറ്റി ചോദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മഹാനുഭാവനാണ് ഇരിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ഏതായാലും ഇരിക്കുക തന്നെ. എല്ലാ സ്വഹാബത്തും വട്ടമിട്ടിരുന്നു, എല്ലാവരും ഇരുന്നു. ആ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ എന്റെ മുമ്പിലേക്കൊന്ന് കടന്നിരിക്കുന്നവരാണ്. നിങ്ങൾ പറയുമോ, നിങ്ങൾക്ക് എന്ത് ഇൽമാണ് വേണ്ടുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൽമ നിങ്ങൾ പറയുക, അത് ഞാനിവിടെ പറയാമെന്ന് പറയുമ്പോ ഉബൈദ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സയ്യിദ് ഇബ്നു അസ്ലമേ, അസ്സലാ വൽ ഇബാദാ, നിസ്കാരത്തെ പറ്റി പറഞ്ഞു, ഇബാദത്തുകളെ പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ അടുത്തൊരു സ്വഹാബി, അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കിടക്കുകയാണല്ലോ, ശബ്ദമുയർത്താത്ത രീതിയിൽ ഇവിടെ നിന്ന് പറയുന്നു, സയ്യിദ് ഇബ്നു അസ്ലമേ, ജീവിതത്തിൽ അല്ലാഹ് കൊടുത്തു വീട്ടാനുള്ള സക്കാത്ത്, ആ സക്കാത്തിനെ പറ്റി പറയോ. ഇത് കേട്ടപ്പോൾ അടുത്തൊരു സ്വഹാബി പറഞ്ഞു, ഉമ്മയെ പറ്റി ബാപ്പയെ പറ്റി പറയുമോ? സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു ഓരോ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ ആ കൂട്ടത്തിൽ വയോവൃദ്ധനായ ഒരു സ്വഹാബിയുണ്ട്. അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, സയ്യിദ് ഇബ്നു അസ്ലമേ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന, നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുന്ന, ഉമ്മയെ സ്നേഹിക്കാൻ പറ്റുന്ന, ബാപ്പയെ സ്നേഹിക്കാൻ പറ്റുന്ന,
ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ചു സുഖിച്ച് മുന്നോട്ട് പോകുമ്പോ നല്ലതുപോലെ ജീവിതം മാറ്റി വരക്കാൻ പറ്റുന്ന ഒരറിവ്, ആ ഒരു അറിവിനെ പറ്റി പറയുമോ? അല്ലാഹുവേ, സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാണ്, ഈ വയസ്സായ സ്വഹാബി പറഞ്ഞത് ശരിയാണ്. എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരറിവ്, അതല്ലേ നമുക്ക് വേണ്ടുന്നത്. അതിനെപ്പറ്റി ഓർക്കുമ്പോഴല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്. എല്ലാ സ്വഹാബത്തും അവിടെ അംഗീകരിക്കുകയാണ്. ആ സമയമാണ് സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടെ പറയാ, സഹാബാ, നിങ്ങൾക്ക് നിസ്കാരത്തിന്റെ ടൈമില് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയണോ? നോമ്പ് നോക്കാൻ കഴിയണോ? സ്വതക്ക ചെയ്യാൻ കഴിയണോ? സക്കാത്ത് കൊടുക്കാൻ കഴിയണോ? സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണോ? അതിനെന്ത് വേണമെന്നറിയോ? ഇന്നിവിടെ നിന്നുകൊണ്ട് വഅദ് പറയുന്ന ഞാൻ എന്റെ വഅദ് കൊള്ളാമെന്ന് പറയാനല്ല. ഈ പറയുന്ന വഅദിന് ഒരു ഇഖ്ലാസ് കിട്ടണോ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള്, അല്ലാഹുവേ, നിങ്ങൾക്കൊരു ഇഖ്ലാസ് കിട്ടണോ? സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, ഉദ്കുൽ മനിയാ, മരണത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു വരണമെന്നാണ്. നമ്മുടെ ഉറൂസ് ഇങ്ങനെ തുടങ്ങിയിട്ട് അതിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണല്ലോ ആയത്. ഇനിയും ഒരുപാട് ദിവസത്തെ വഅദ് പരമ്പരകളുണ്ട്. അതേപോലെ ഉള്ള മജ്ലിസുകളിൽ വരണോ? ഇന്ന് നമ്മൾ ഈ വിഷയം പറയേണ്ടുന്നത് അത്യന്താപേക്ഷികമാ. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പോലും നിറഞ്ഞിരിക്കുന്ന സഹാബത്തിനോട് പറയാ, സഹാബാ, ഉദ്കുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. ഇന്നാരാ ഇന്ന് ചിന്തിക്കുന്നത്? ഇന്നാരാ ഇന്ന് മനസ്സിലാക്കുന്നത്? മഹാനവറുകൾ പറയാണ്, ഒരു കാലഘട്ടം കടന്നു വരുമ്പോ എത്രയെല്ലാം മയ്യത്തുകളെ കൊണ്ടുവന്ന് കബറടക്കിയാലും, മയ്യത്ത് ഒളിപ്പിച്ചാലും, മയ്യത്ത് ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയാലും മനുഷ്യര് നന്നാകൂല, മനുഷ്യര് നന്നാകൂല. അങ്ങനത്തെ ഒരു കാലഘട്ടം വരാനുണ്ട് സ്വഹാബാ. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ജുബൈർ തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങളെപ്പോഴും ഓർക്കാറുണ്ട്, മരണത്തെ പറ്റി ഓർക്കാറുണ്ടല്ലോ, ഖബറിനെ പറ്റി ഓർക്കാറുണ്ടല്ലോ. ആ സമയത്ത് പറഞ്ഞു, നിങ്ങളെ പറ്റിയല്ല. അമാ ഇന്നഹു സയകൂ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് പറയുമ്പോ, ഇന്ന് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനെ പറ്റിയല്ലേ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര വയസ്സായി? 60 വയസ്സായി, 70 വയസ്സായി. വർഷങ്ങൾ കഴിഞ്ഞു പോയി, മാസങ്ങൾ കഴിഞ്ഞു പോയി, മണിക്കൂറുകൾ കഴിഞ്ഞു പോയല്ലോ. എന്തേ നമുക്ക് ബാക്കിയുള്ളത്? നിസ്കാരമുണ്ടെന്ന് പറയാറുണ്ടോ? അമലുണ്ടെന്ന് പറയാറുണ്ടോ? സമ്പത്തിന്റെ പേര് പറഞ്ഞ് അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് മനുഷ്യന്മാര് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരിക്കുമ്പോ പാവപ്പെട്ടവനിക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മളെ പോലെ ഉള്ളവരെ മാത്രം സെലക്ട് ചെയ്യുന്ന കാലഘട്ടത്തിന്റെ ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മരണമെന്ന പ്രതിഭാസത്തെ പറ്റി ഓർമ്മയുള്ളവരാണോ? മനുഷ്യന്മാരെ എല്ലാവരും ഒരേപോലെ കാണാൻ അവനിക്ക് കഴിയുമല്ലോ. മലദ്ദഹുറുവൽ അയ്യാമു വദ്ദംബു ഹാസിലു വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു നഈമുക ഫിദ്ദുനിയാ സുറൂറു വഖസ്റതു وعيشك في الدنيا محال وباطل
2020 22 23 ഒക്കെ കടന്നു പോവുകയാ. എന്തേ നമുക്കുള്ളത് മണിക്കൂറുകൾ കഴിഞ്ഞല്ലോ, മാസങ്ങൾ കഴിഞ്ഞല്ലോ, മിനിറ്റുകൾ കഴിഞ്ഞു പോയല്ലോ, സെക്കൻഡുകൾ കഴിഞ്ഞു പോയല്ലോ. ഒരു വഖ്ത് നിസ്കാരം മുടക്കിയിട്ടില്ലെന്ന് പറയാറുണ്ടോ? നന്മ മുടക്കിയിട്ടില്ലെന്ന് പറയാറുണ്ടോ? വൽ ഖൽബു ഗാഫിലു വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. പള്ളിയുടെ അകത്തട്ടില് കഴിഞ്ഞ കൊല്ലത്തിൽ നല്ലതുപോലെ നടന്നു വന്ന തറാവീഹ് നിസ്കരിച്ചവര്, അള്ളാന്റെ പള്ളിയിൽ വന്നവര്, പടച്ചവന്റെ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്തവര്, അല്ലാഹുവേ ഇന്നവരുടെ കാല് വേദനിക്കുകയാണ്, അവരുടെ ശരീരം വേദനിക്കുകയാണ്, കാലിന്റെ മുട്ട് വളയുന്നില്ലല്ലോ. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു. മരണത്തിന്റെ സകലമായ അടയാളങ്ങൾ വന്നു, എല്ലാ അലാമത്തുകളും വന്നല്ലോ. പക്ഷേ ഉപ്പമാരെ, പെങ്ങന്മാര്, എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ, വൽ ഖൽബു ഗാഫിലു ദുനിയാവിന്റെ പുറത്തുകൂടെ മനുഷ്യന്മാര് അശ്രദ്ധമായിട്ട് നടക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മഹാനായ ഉബൈദുൽ മിസ്തരി റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാണുകയാ. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ പ്രിയമുള്ള എന്റെ പൊന്നുകൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, കാലഘട്ടം മോശമാണ്. ഈ കാലഘട്ടം നിങ്ങളെ അധപതനത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്ന കാലഘട്ടമാണല്ലോ. ഞാൻ കാലഘട്ടത്തെ കുറ്റം പറയുകയല്ല, ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ മനസ്സിന്റെ കഥ പറയുകയാ. യാ അല്ലാഹ്, മഹാനവറുകൾ നടക്കുന്ന വഴിയില് കുറെ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടുകയാണ്. അവരട്ടഹാസങ്ങളിലൂടെ കടക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ പാട്ടുപാടുന്നുണ്ട്, അവരെന്തൊക്കെയോ വിളിക്കുന്നുണ്ട്. ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മാലയുണ്ടാക്കിയിട്ട് അവരിങ്ങനെ മറ്റൊരാളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് മഹാനുഭാവൻ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അവര് പറഞ്ഞു, ഒന്നുമില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ നിക്കാഹ, അവന്റെ കല്യാണമാണ്. മഹാനുഭാവൻ പറഞ്ഞു, അല്ലാഹുവേ നഊദു ബില്ലാഹ്, പടച്ച തമ്പുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധമായ സുന്നത്ത് അലങ്കോലപ്പെടുത്തുന്ന ആപാസരത്തിന്റെ അലോസരതയുടെ ആഴക്കടലില് അഹദവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തില് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോവുകയാണോ? മക്കളെ, പാടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനുഭാവൻ പറഞ്ഞു, ഒരു ദിവസം നിങ്ങൾ വരുമോ? ഒരു വ്യാഴാഴ്ച ദിവസം നിങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് വരുമോ? എല്ലാ ചെറുപ്പക്കാരും കടന്നവരായിരിക്കുകയാ. അന്ന് അവിടെ ഒരു മരിപ്പ് നടക്കുകയാണ്. ഒരു സ്വഹാബിയുടെ ഉപ്പലോകത്തോട് വിട പറഞ്ഞു. ഒരുപാട് സമ്പത്തുള്ള സ്വഹാബിയാ, എന്ത് വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വഹാബിയുടെ ഉപ്പയാണ് വിട പറഞ്ഞത്. അന്ന് മസ്ജിദുൻ നബവിയുടെ ഉള്ളില് മയ്യത്ത് നിസ്കരിക്കാൻ അവിടെ നിന്ന് മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് കൂടി മയ്യത്ത് കൊണ്ടുവന്ന മയ്യത്ത് നിസ്കരിച്ചിട്ട് പച്ച മണ്ണിൽ കൊണ്ടുവച്ച് കബറടക്കി. എല്ലാം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരോടൊരു ഉപദേശം കൊടുക്കുകയാ, മോനെ, എത്ര സുഖിച്ചാലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ആനുകൂല്യങ്ങളുണ്ടെങ്കിലും, എത്രയെല്ലാം ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോയാലും, എത്ര വലിയ സമ്പത്തിന്റെ നെകളിപ്പ് കാണിച്ചാലും, ഈ 3 കഷണം വെള്ളത്തുണിയില് നിന്നെ പൊതിഞ്ഞുകൊണ്ട് പോകുമല്ലോ, പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവെക്കുമല്ലോ. ഇന്നിവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ എന്റെ ചെറുപ്പക്കാര്, നമ്മുടെ തൊട്ടടുത്ത് ഖബർസ്ഥാനാണല്ലോ. എത്ര ഉപ്പമാരിവിടെ കിടക്കുന്നുണ്ട്, എത്ര ഉമ്മമാരിവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് നടന്നിരുന്ന എത്രയോ മസിൽ പവറുള്ള, എത്രയോ ചങ്കൂറ്റമുള്ള, എത്രയോ തടിമുടുക്കുള്ള, എത്രയോ ചെറുപ്പക്കാരി ഖബറിന്റെ ഉള്ളിലുണ്ട്. യുവത്വമേ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ അങ്ങനല്ലേ?
ചെറുപ്പക്കാരോ, അന്ന് വിലക്കുകയാണ് മക്കളെ, പാടില്ല. ഇത് മുത്തുനബിയുടെ സുന്നത്താണ്. അതിനെ നിങ്ങൾ അലങ്കോലപ്പെടുത്തുകയാണോ? നിങ്ങളും മരിക്കുമല്ലോ ഒരു വട്ടം, നിങ്ങളും ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമല്ലോ. അതുകൊണ്ട് വേണോ ഈ ആഭാസരമെന്ന് ചോദിക്കുമ്പോ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താൻ വന്നതല്ല. അള്ളാന്റെ ഹബീബിന്റെ സുന്നത്തുകൾ പോലും അതിന്റെ സന്തോഷത്തിന്റെ വഴിയിൽ പോകുമ്പോ ഒരു പുതുമാരനെ കൊണ്ടുപോകുന്നത് ചന്തയിൽ കൊണ്ടുപോകുന്ന നാൽക്കാലികളൊക്കെ കട്ടത്തിലാണ്. അതപ്പതനത്തിലൂടെ കൊണ്ടുപോകുമ്പോ മോനെ അതിന്റെ ഇടയിലെങ്കാണം വെച്ചു നീ അങ്ങ് മരിച്ചാൽ അല്ലാഹുവേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റോ ചെറുപ്പക്കാരോ? അവിടെ സന്തോഷത്തോടെ കടക്കാൻ പറ്റോ? അന്ന് നിന്നെ കൂട്ടുപിടിച്ച അല്ലാഹുവേ കൂടെ ഉള്ള ചെറുപ്പക്കാരന്റെ കല്യാണത്തിന് പണി കൊടുക്കണമെന്ന് പറഞ്ഞ് നിന്നെയോ അല്ലാഹ് നിന്നോട് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച ചെറുപ്പക്കാരൻ നിന്നെ കൊണ്ടുവെക്കുമ്പോ നിന്റെ കബറിൽ വരുമോ? അവരാരും നിന്റെ കബറിൽ വരില്ല. നീ പോകുന്ന ഒറ്റയ്ക്ക് തന്നെ കടന്നു പോകണമല്ലോ. അതുകൊണ്ട് മരണത്തെ പറ്റി ഒരു ഓർമ്മയുണ്ടോ? വല്ലാഹി ദുനിയാവിന്റെ ചതിയില് അവൻ പെട്ടുപോകില്ല എന്ന് പഠിപ്പിച്ചത് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം നിങ്ങൾ പറയാ, ദുനിയാവിൽ നമുക്ക് രക്ഷപ്പെടണോ? ഈ ദുനിയാവിന്റെ സന്തോഷത്തിൽ നമുക്ക് രക്ഷപ്പെടണോ? എന്നാൽ നിങ്ങൾ മരണത്തെ പറ്റി ഓർക്ക്. ഏതൊരു കാര്യം ചെയ്താലും ഈ വാളു പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കരുതരുത് എങ്ങനെ എന്റെ വാള് ഉഷാറാണ് എന്ന് പറയാൻ വേണ്ടിയല്ല. മരണത്തെ പറ്റി ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ എത്ര ഉസ്താദുമാർ വാള് പറഞ്ഞുകൊണ്ട് ഇന്ന് അതേ സ്റ്റേജിൽ വീണ് മരിച്ചു. എത്ര ആളുകൾ വാള് കഴിഞ്ഞ് പോയപ്പോഴും മരിച്ചു. വാളിന്റെ സ്റ്റേജിൽ ഇരുന്ന് കൊണ്ട് മരിച്ചു. അങ്ങനെ എത്ര ആളുകളാണ്. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങളൊക്കെ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ റഹ്മാൻ. പടച്ചവനെ എന്നായാലും ഒന്നുകിൽ നമ്മുടെ മക്കള് മരണത്തിന് പ്രായപരിധിയില്ലല്ലോ ചെറുപ്പക്കാരോ. മരണത്തിന് വയസ്സൊരു പ്രശ്നമേ അല്ലല്ലോ. മരണം അല്ലാഹുവിന്റെ ഭാഗത്ത് കടന്നു വന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് ഭൂമിയിലുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ അവസരം തരുമോ റബ്ബേ? എനിക്കൊന്ന് വഅദ് പറയാൻ നസീഹത്ത് നടത്താൻ അവസരം തരുമോ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു അവസരം കൊടുക്കുമ്പോ മരണമതാ ഒന്നാം ആകാശത്ത് കടന്നു വരികയോ. കടന്നു വന്നുകൊണ്ട് ഇതെന്റെ വാക്കല്ല, ഇവിടെ ഇരിക്കുന്ന പാണ്ഡിത്യമുള്ള റഫീഖ് ഉസ്താദിന്റെ വാക്കല്ല, പിന്നാരുടെ വാക്കെന്നറിയോ? മദീനയുടെ മണൽ പരപ്പിൽ മാലോകരുടെ മനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാത്തിക്കൊടുത്ത മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കല്ലായ മരതകമായ നബിയുന മുഹമ്മദ് മുസ്തഫ സർവറെ ആലം സർക്കാരെ മുജസ്സം താജ്ദാരെ മദീന നബിയുന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. മരണം ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് ഷമീർ ദാരിമിയോട് റഫീഖ് ഹസനി ഉസ്താദിനോട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോട് പറയാണ്, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ കൂട്ടുകാരുടെ കൈപിടിച്ചിട്ട് നമ്മുടെ ഉമ്മയോട് പറയാത്തത്, നമ്മുടെ ബാപ്പയോട് പറയാത്തത്, നമ്മുടെ ഭാര്യയോട് കൂടി പോലും പറയാത്തത്, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ചകൾ ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരോടാണ്, നമ്മുടെ സഹപാഠികളോടാണ്, നമ്മുടെ സഹപ്രവർത്തകരോടാണ്. എന്നാൽ അവിടെ നിന്ന് മരണം പറയാ, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. എല്ലാ സ്നേഹിതന്മാരുടെയും കൂട്ടുകാരുടെയും ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. അതുമാത്രമല്ല ഉഫർരിഖു ബൈന സൗജി വസ്സൗജ. ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യ തലേ ദിവസം രാത്രിയിൽ ഭാര്യ വർത്താനം പറഞ്ഞു ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോടും വർത്താനം പറഞ്ഞു. അല്ലത് അങ്ങനെ നല്ലതുപോലെ സ്നേഹത്തോടെ കിടന്നിരുന്ന പ്രിയപ്പെട്ട ഭർത്താവും ഭാര്യയും അള്ളാന്റെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ള ബാങ്കിന്റെ ധ്വനിയെന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഭാര്യ വിളിക്കുന്ന
എഴുന്നേക്കുന്നില്ലേ? പള്ളിയുടെ മിനാരങ്ങളിലൂടെ സുബഹി നിസ്കാരത്തിന്റെ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങിയല്ലോ. എന്തേ നിങ്ങൾ പള്ളിയിൽ പോകാത്തത്? ഭാര്യ അറിയുന്നില്ല. അടുത്ത് കിടന്നിരുന്ന ഭർത്താവിന്റെ ആത്മാവിന് മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോയത്. അതാണ് മരണം പറയുന്നത്. അന ഉഫർരിഖു ബൈന സൗജി വസ്സൗജാ. ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. സഹോദരന്മാരെ, ഒരുമ്മയുടെ മക്കള് 6 മക്കളുടെ 7 മക്കളുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. അല്ലാഹുവേ, അവിടെന്ന് പറയാ ഒരു മനുഷ്യനും അവശേഷിക്കില്ല. എന്നെ രുചിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും കടന്നു പോകില്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് സൂക്ഷിക്കണേ. നിങ്ങളുടെ ആഡംബരത്തെ മാറ്റണേ, നിങ്ങളെ അടിച്ചു പൊളിയ മാറ്റണേ. അള്ളാനെ ഓർത്തുകൊണ്ട് കടന്നു വരണേ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം അവിടെ നിന്ന് പറയാ. ഏത് നന്മ ചെയ്യാനും മരണം പറയാ. എത്ര നല്ല സുഖത്തോടെ നമ്മൾ എവിടെ പോയാലും കൂട്ടുകാരെ കൂട്ടാതെ നമ്മൾ പോവില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ്, എന്റെ പ്രിയപ്പെട്ട പൊന്നു കൂട്ടുകാരോട്, നമ്മൾ എവിടെ പോയാലും നമ്മുടെ സ്വന്തം സഹോദരനെ കൂട്ടൂല. നമ്മുടെ കൂടെ ഉള്ള എപ്പോഴും വരുന്ന നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീടിന്റെ അപ്പുറത്തുള്ള അയൽവാസിയായ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടും. നല്ലതുപോലെ നമ്മൾ അവനെ കൂട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകും. അവനോട് കാര്യങ്ങളൊക്കെ പറയും. നല്ല ഉഷാറായി, മോനെ നമുക്ക് ഇന്നതുപോലെ ഇന്ന സ്ഥലത്തൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് കൊണ്ടുപോകും. ഇല്ലേ? മരണം പറയാ, നിങ്ങൾ എത്ര കൂട്ടുകെട്ടി നടന്നാലും നിങ്ങളുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. ഇവിടെ അൽഹംദുലില്ലാഹ് ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ താമസിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം ജില്ല, നമ്മുടെ ആലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ, തിരുവനന്തപുരത്തുള്ള കുട്ടികൾ ഇപ്പൊ സനത് പഠിക്കുന്നവരെ വലിയ സന്തോഷമായി. അവരിവിടെ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഉസ്താദിനും കുട്ടികൾക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇത് പറയാനുള്ള കാരണം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എന്റെ പൊന്നു ചെറുപ്പക്കാരോട്, ഈ ദുനിയാവ് നമ്മളെ ചതിക്കും, ഉറപ്പ. എന്നെ നിങ്ങളൊക്കെ ചതിക്കും. സൂക്ഷിച്ചാൽ നമുക്ക് നല്ലത്. മരണം എന്ന് പറയുന്നത് മുത്തുനബി തങ്ങൾ പറഞ്ഞത് അത് മൗനിയായ ഉപദേശകൻ എന്നാണ്. മരണം മൗനിയായ ഉപദേശകനാണ്. ഇന്നത് ആരും ഓർക്കൂല, ഇപ്പോഴൊന്നും മരിക്കൂല. എനിക്ക് 27 വയസ്സല്ലേ പ്രായമുള്ളൂ. ഇല്ല, എത്രയോ 105, 110 വയസ്സുള്ള വല്യപ്പന്മാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമ്മളെ കണക്ക് നല്ല മസിൽ പവറുള്ള എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞ ഖബറിലുണ്ടെന്ന്. ഇല്ലേ? തുഅമ്മീലു ഫിദ്ദുനിയാ തുവീലം വലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി. ഒരുപാട് ഉപ്പമാരെ കാണുന്നുണ്ട്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ പുറത്ത് നീ വിചാരിക്കുന്നുണ്ടോ പ്രഭാതമായാൽ പ്രദോഷത്തിലും പ്രദോഷമായാൽ പ്രഭാതത്തിലും എത്തുമെന്ന് നീ അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മളോട് ചോദിക്കാൻ, നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? നല്ല ആരോഗ്യമുള്ള എത്ര ചെറുപ്പക്കാരാണ് ഇന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയത്. ആരോഗ്യമുള്ള എത്രയോ യുവാക്കൾ, നല്ല മസിൽ പവറും തന്റെ ഇടവും ഒക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ ഇല്ലേ? നിങ്ങളൊക്കെ പോയിട്ടില്ലേ? നമ്മുടെ പലരുടെയും കൂട്ടുകാർ ഇവിടെ പറഞ്ഞപ്പോ അവന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ അവൻ നമ്മളോടൊപ്പം നടന്ന ഓർമ്മ, നമ്മളോട് സംസാരിച്ച ഓർമ്മ, നമ്മളോട് വർത്തമാനം പറഞ്ഞ ഓർമ്മ എല്ലാം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പറയും, അവൻ എത്ര നല്ല തടിയുള്ളവനായിരുന്നു, എത്ര നല്ല ആരോഗ്യമുള്ളവനായിരുന്നു. പക്ഷെ റബ്ബിന്റെ തീരുമാനത്തെ തടുക്കാൻ ആരെ കൊണ്ടും കഴിയില്ലല്ലോ. എത്രയോ ആളുകൾ രോഗങ്ങളുമുള്ളവർ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ടിട്ട് ഒരേപോലെ കട്ടിലിൽ വർഷങ്ങളോളം കിടന്നവരുണ്ട്.
അതുപോലെയുള്ള രോഗങ്ങൾ വന്നിട്ട് സങ്കടപ്പെട്ട് നൊമ്പരപ്പെട്ട് കിടക്കുന്ന എത്ര ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും ഓർത്തിട്ടില്ല, നമ്മളതൊന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, മരണത്തിന് രോഗം വേണ്ട, സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, ഒന്നും വേണ്ട. മരണം അല്ലാഹുവേ വന്ന് വിളിച്ചാൽ പോയല്ലേ പറ്റുള്ളൂ. ഇപ്പോഴൊന്നും പോകൂല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് മഹാനരായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയാ, ഉമ്മാ, നമുക്ക് തൂർ സീനാ പർവതത്തിന്റെ മലമുകളിൽ നമുക്ക് കടന്നു പോകാം ഉമ്മാ. അവിടെ പോയി നമുക്ക് നിസ്കരിക്കാം, നോമ്പ് നോക്കാം, അമാലുകൾ ചെയ്യാം ഉമ്മ എന്ന് പറയുമ്പോ ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് സമ്മതിക്കുമ്പോ ഉമ്മയും മകനും കൂടെ തൂർ സീനാ പർവതത്തിന്റെ മലമുകളിലേക്ക് പോവുകയാണ്. പടച്ചവനെ, കൊണ്ടുപോയ ഭക്ഷണം കഴിയുകയാണ്, കൊണ്ടുപോയ വെള്ളം കഴിഞ്ഞു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയുടെ അരികത്ത് വന്നിട്ട് പറയാ, ഉമ്മാ, വെള്ളം കഴിഞ്ഞല്ലോ ഉമ്മ, ഭക്ഷണം കഴിഞ്ഞല്ലോ ഉമ്മ, എന്റെ പുന്നാര ഉമ്മക്ക് നോമ്പല്ലേ ഉമ്മ, നിങ്ങൾ പട്ടിണി കിടക്കുവോ? തൂർ സീനാ പർവതത്തിന്റെ താഴ്ഭാഗത്ത് കടന്നു പോയിട്ട് ഈ മകൻ നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വെള്ളവുമായിട്ട് കടന്നു വരാമെന്ന് പറയുമ്പോ പടച്ചവനെ ഉമ്മ സമ്മതിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂർ സീനാ പർവതത്തിന്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന വീട്ടിൽ ആരോ വന്നിട്ട് അസ്സലാമു അലൈകി യാ മറിയമ, മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് സലാം പറയുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ആരാണ് ഇവിടെ വന്നത്? ഈ തൂർ സീനാ പർവതത്തിന്റെ മലമുകൾ കയറിയിട്ട് ആരാണ് കടന്നു വന്നതെന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്, മറിയമേ, അന മലക്കുൽ മൗത്ത്, ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ മലക്കുൽ മൗത്താണ്. എന്തേ? നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ കടന്നു വന്നതാണ് എന്ന് പറയുന്ന സമയത്ത് അല്ലാ അല്ലാ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. 20ഓളം വരികളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ബൈത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയതാണ്, എന്റെ മകൻ ഈസാ തൂർ സീനാ പർവതത്തിന്റെ താഴ്വാരയിലേക്ക് എനിക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെള്ളമെടുക്കാൻ എന്റെ മകൻ കടന്നു പോയിരിക്കുകയാ. എന്റെ പൊന്നുമോനെന്ന് വരുന്നത് വരെ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ? അപ്പോഴാണ് മരണമെന്ന് പറയുന്ന ആ സമയമാണ് മലക്കുൽ മൗത്ത് പറയുന്നത്, ഇല്ല മറിയമേ, മകനെ കാത്തു നിൽക്കാൻ പറ്റൂല മറിയമേ. അങ്ങനെ ഈസാ നബി കടന്നു വരികയാ. ഉമ്മക്ക് ഭക്ഷണം കയ്യിലുണ്ട്, വെള്ളം കയ്യിലുണ്ട്. കൊണ്ടുവന്ന ഭക്ഷണം ഒരു ഭാഗത്ത് വെക്കുകയാണ്, വെള്ളം ഒരു ഭാഗത്ത് വെക്കുകയാണ്. ഉമ്മ ഉറങ്ങുന്നല്ലോ, ഉമ്മാനെ ഉണർത്തണ്ട എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണവും വെള്ളവും മാറ്റിവെച്ച് കാത്തിരിക്കുകയാ. അങ്ങനെ സമയങ്ങൾ കിടക്കുന്നുണ്ട്, പക്ഷേ ഉമ്മ ഉണരുന്നില്ലല്ലോ. ഉമ്മയുടെ അരികത്ത് വന്നിട്ട് ഈസാ നബി വിളിക്കുകയാ, ഉമ്മാ, എന്തുറക്കമാണുമ്മ, ഉറങ്ങിയതു മതി ഉമ്മ. ഉമ്മയെ ഉണർത്താൻ മടിച്ചു. വീണ്ടും ഈസാ നബി മാറിയിരുന്നു. മണിക്കൂറുകളാകുമ്പോ ഈസാ നബി വന്നിട്ട് കുറച്ച് ശബ്ദമുയർത്തി വിളിച്ചു, ഉമ്മ, ഒന്ന് കണ്ണു തുറക്കോ ഉമ്മ, ഉമ്മാന്ന് കണ്ണു തുറക്കോ. ഈസയാണുമ്മ വിളിക്കുന്നത്. എന്തേ, എന്തുറക്ക ഉമ്മ? ഈസാ നബിക്ക് നോമ്പാണ്. കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. മണിക്കൂറുകളായി ഈസാ നബി കാത്തിരുന്നു. പക്ഷേ ഉമ്മ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ആ ഭക്ഷണവും വെള്ളവും മാറ്റിവെച്ചിട്ട് ഉമ്മാന്റെ അരികത്ത് വന്ന് ഉമ്മാന്റെ തലയെടുത്തിട്ട് ഈസാ നബിയുടെ മടിയിൽ വെച്ചു. ഉമ്മാ, കണ്ണു തുറക്കോ ഉമ്മ,
കണ്ണു തുറക്കോ ഉമ്മ. നോമ്പ് നോറ്റവരൊക്കെ നോമ്പ് തുറന്നു ഉമ്മ. നോമ്പ് മുറിച്ചു ഉമ്മ. എന്റെ ഉമ്മ ഒന്ന് കണ്ണു തുറക്കോ എന്ന് പറഞ്ഞ് ഈസാ നബി കരഞ്ഞ് കരഞ്ഞിട്ട് കണ്ണീര് വീണ് ആ കണ്ണുകളിലൂടെ കവിൽ തടങ്ങളിലൂടെ ഒഴുകി വീണ കണ്ണുനീര് ഉമ്മയുടെ വട്ടമുഖത്തിലൂടെ ഒലിച്ചിറങ്ങുമ്പോ അല്ലാഹുവിന്റെ മാലാക മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, ഈസാ നബി കരയുന്നത് കണ്ടില്ലേ അല്ലാ. ഉമ്മ മരിച്ചതറിയാതെ ഉമ്മാനെ താങ്ങി പിടിച്ചു ഉണരുകേ ഉമ്മ, കണ്ണു തുറക്കുമ്മ എന്ന് പറഞ്ഞ ഈസാ നബി കരയുന്നല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ മലക്കുകൾ മുഴുവനും സങ്കടത്തിലാണ്. ഒന്ന് പറയണ്ടേ റബ്ബേ. അല്ലാഹു പറഞ്ഞു അറിയിപ്പിക്കാ. ഉടൻ തന്നെ മലക്കു ജിബ്രീൽ അല്ലാഹുവിന്റെ ഗഗന ലോകത്തുനിന്ന് കടന്നു വരികയാണ്. എന്നിട്ട് വിളിക്കാ, യാ റൂഹല്ലാഹി ഈസാ, ഈസാ നബിയേ. അവിടത്തെയുടെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു നബിയേ എന്ന് പറയുമ്പോ മനസ്സ് വല്ലാതെ അങ്ങ് പൊട്ടിപ്പോവുകയാണ്. ഉമ്മാക്ക് നോമ്പല്ലേ എന്ന് പറഞ്ഞ് ഉമ്മാക്ക് ഭക്ഷണവുമായി ഉമ്മാക്ക് വെള്ളവുമായിട്ട് കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാന ഉമ്മാന്റെ മയ്യിത്ത് മരിപ്പിന്റെ വാർത്ത അറിയുമ്പോ, വഫാത്തായ വാർത്ത അറിയുമ്പോ പൊട്ടിയങ്ങ് കരഞ്ഞു പോയില്ലേ. എല്ലാം കഴിഞ്ഞ് തൂര് സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വന്നിട്ട് 6 കാര്യങ്ങള് ഈസാ നബി അവരോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറയു പോവുകയാ. നിങ്ങൾ ഈ ദുനിയാവിൽ അഹങ്കരിക്കല്ലേ. നിങ്ങളെല്ലാവരും മനുഷ്യരാണേ. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ഒരാളെയും നമ്മൾ കുറച്ച് കാണല്ലേ. ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്തല്ലേ. ഒരാളെയും നമ്മൾ ആക്ഷേപിക്കല്ലേ. അല്ലാഹുവേ, ഞാൻ ഉറപ്പായിട്ട് പറയും, ഇന്ന് വരെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇതുപോലെ മൈക്കിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു കൊല്ലവും ഒരാളെ പറ്റിയോ ഒരാലിമിനെ പറ്റിയോ ഒരു സയ്യിദിനെ പറ്റിയോ ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് പറയാനുള്ള അധികാരമില്ല. നമ്മളെപ്പോഴായാലും മരിക്കാനുള്ളവരാണ്. ഏത് സമയത്തായാലും പോകാനുള്ളവരാണ്. അല്ലാഹുവേ, ഈസാ നബി അവിടെ നിന്ന് പറയാ, എല്ലാ സുഖങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും അവിടെ നിന്ന് മുറിച്ചു കളയുന്ന ഒന്നാണ് മരണം. അത് നിങ്ങളെ തേടി വരുമല്ലോ. ആ സമയത്ത് ഒഴിഞ്ഞു മാറാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുമോ എന്നവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ ഇന്ന് നെല്ലിക്കുന്ന മഖാമിന്റെ ഉറൂസിന്റെ 3ാമത്തെ ദിവസത്തില് ഈ പരിശുദ്ധമായ പവിത്രമായ ഈ വേദിയിൽ കടന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോട്, നാളെ റബ്ബേ പാണക്കാട് പോയിട്ട് വാദ് പറയാൻ ഷമീർ ദാരിമി ഉണ്ടാകുമോ എന്ന് പറയാ എനിക്ക് ഉറപ്പില്ല. നാളത്തെ വാദിന്റെ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. ഒരാൾക്കും ഒരു ഉറപ്പുമില്ലല്ലോ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ നന്മ ചെയ്തുകൊണ്ട് കടന്നു വന്ന പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാമെന്ന് അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ തോഴരായ മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു. ഇനി എത്ര വലിയ ആളായാലും, എത്ര വലിയ മുതലാളിമാരായാലും, ഇനി എത്ര വലിയ പാവപ്പെട്ടവനായാലും, എത്ര വലിയ വാഹനമുള്ളവനായാലും, എത്ര നല്ല വസ്ത്രങ്ങളുള്ള ഒരാളായാലും, എല്ലാരെയും 3 കഷ്ണം വെള്ളത്തുണിയിൽ അള്ളാഹു എപ്പം മരിച്ചാലും കുഴപ്പമില്ല. അള്ളാഹു എപ്പം മരിച്ചാലും നല്ല സ്ഥലത്ത്, നല്ലതുപോലെ, നല്ല ദിവസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ ഉപ്പമാർക്ക് നീ കൊടുക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് മരണമെന്ന് പറയുന്നത് അതൊരു മൗനിയായ ഒരു ഉപദേശകനാണ്. ഞാൻ നിങ്ങൾ ഒരുപാട് നേരെ ഇരുത്തി ഞാൻ എന്തെയില്ല പ്രയാസപ്പെടുത്തൂല. അതുപോലെ ഇന്ന് തീരെ ഒട്ടും വയ്യ, എന്താണെന്നറിയില്ല. നിങ്ങളൊക്കെ ദ്വാരക്കണം ചെയ്യൂലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും.
അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എനിക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടായിട്ടല്ല, എന്നാലും അൽഹംദുലില്ലാ നല്ല പ്രതീക്ഷയോടെ ഇവിടെ നിൽക്കുന്ന ഉപ്പമാരുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് കൂടി ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ അതിൻ്റെ അകത്ത് നമ്മൾ പിരിയും. അള്ളാഹു നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അള്ളാഹു തആല നന്നാക്കി തരട്ടെ. അത്രേ ചോദിക്കുന്നുള്ളൂ. അൽഹംദുലില്ലാ വലിയ ഇഷ്ടമായി. വന്നവര് അതുപോലെ ഇരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതുപോലെ വന്നവരൊക്കെ നല്ല അച്ചടക്കത്തോടു കൂടിയിരുന്നു. അള്ളാഹു നമുക്ക് ഒരുമിച്ച് അള്ളാഹിന്റെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് അള്ളാഹു തആല തരട്ടെ. എന്ത് രോഗം ഉണ്ടെങ്കിലും അള്ളാഹു തആല മാറ്റി തരട്ടെ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അള്ളാഹു തആല മാറ്റി തരട്ടെ. നിങ്ങൾ നോക്ക്, ദാ ഇവിടെ ഒരു എത്രയോ മീസാൻ കല്ലാണ്, എത്ര മീസാൻ കല്ലുണ്ട്. അതിലൊക്കെ ഒരുപാട് നമ്മുടെ പലരുടെ ഉപ്പമാരുണ്ട്. നമ്മൾ അവരെ പറ്റി ഓർക്കാറുണ്ടോ? ആരെന്നിപ്പോ ചിന്തിക്കാം. കൽബിൽ നീലാവു പോൽ വന്നിടുന്ന നിറമാണ് ആരംഭത്താവേ, കാണുവാനും കുളിരാണ്. മുത്തോളിനോറോരെ വാക്കു കേൾക്കാൻ അജബാണ്. അത്ഭുതമാലെ കടന്നു പോയൊരു മുത്താണ്. ചൊല്ലി സ്വഹാബത്തെ അരികത്തായി വിളിച്ചില്ലേ, ആറടി മണ്ണിൽ കഥകൾ താഹാവും ചൊല്ലില്ലേ. പൊട്ടിക്കരഞ്ഞു സ്വഹാബത്താകെ ഇതുമ്പില്ലേ, ചേർത്തു പിടിച്ചു കരഞ്ഞു താഹാവും അന്നല്ലേ. ഓടി സ്വഹാബത്ത് ഖബറിൻ ചാരെ അനിന്നില്ലേ, ജന്നത്തുൽ ബഖീഇന്റെ ഖബർ നോക്കി കരഞ്ഞില്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഖബറിനെ പറ്റി പറഞ്ഞപ്പോ സഹാബത്ത് മുഴുവനും വാവിട്ടു നിലവിളിച്ചു പൊട്ടിയങ്ങ് കരഞ്ഞു പോയിട്ട്, ഉപ്പമാരെ പറ്റി ചിന്തിച്ചിട്ട് ഉമ്മമാരെ പറ്റി ചിന്തിച്ചിട്ട് ജന്നത്തുൽ ബഖീഇന്റെ ഖബർസ്ഥാനം നോക്കിയിട്ട്, അല്ലാഹുവേ ഒരാളു പോലും സഹായിക്കാനില്ലാത്ത ഈ ഖബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പയില്ലേ റബ്ബേ, എന്റെ ഉമ്മയില്ലേ റബ്ബേ, ഒരുപോലെ ഒരു വേള ഞാനും ഇതുപോലെ ജന്നത്തുൽ ബഖീഇൽ വന്ന് കിടക്കേണ്ടുന്നവനല്ലേ എന്ന് പറഞ്ഞ് സ്വഹാബത്ത് കരഞ്ഞു പോയെങ്കില് ഇന്ന് ഖബർ ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോ ഇതിന്റെ അരികത്തിരുന്ന് വാള് പറയുമ്പോഴും വാള് കേൾക്കുമ്പോഴും എന്തേ നമുക്കൊരു മാറ്റമില്ലാത്തത്? എന്തേ നമ്മുടെ ഖൽബ് അശ്രദ്ധമായി പോകുന്നത്? അതുകൊണ്ട് നന്മകൾ ചെയ്തോ. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പേനയും പേപ്പറും എടുത്തിട്ട് വീടിന്റെ മുമ്പിൽ എനിക്ക് തൂക്കിയിടാൻ പറ്റുന്ന 4 വരി കവിത അലിയെ നിങ്ങൾ എഴുതി തരണമെന്ന് പറയുമ്പോ അലിയാര് തങ്ങൾ അവിടെ നിന്ന് പേനയും പേപ്പറും എടുത്ത് എഴുതി കൊടുത്തത്, ലാദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബാനിഹാ വഇൻ ബനാഹാ. അലിയാർ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ, അലിയെ ഞാൻ കാണാൻ നല്ല ഭംഗിയുള്ള, ഞാൻ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊരു സംഭവം പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ള നല്ലൊരു വീട് ഞാൻ പണിതിട്ടുണ്ട്. അതുകൊണ്ട് ആ വീടിന്റെ മുമ്പിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു 4 വരി കവിത അലിയാർ തങ്ങളെ നിങ്ങൾ എനിക്ക് എഴുതി തരണം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പേനയും പേപ്പറും എടുത്ത് എഴുതി, ലാ ദാറലിൽ മർഇ ബഅദൽ മൗത്ത് യസ്കുനുഹാ, മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗത്തി ബാനിഹാ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ എന്ന് പറയുമ്പോ നമ്മുടെ ഇന്നത്തെ വീടല്ല. അപ്പൊ വീട് വേണ്ടാന്നല്ല, നല്ല ഏറ്റവും നല്ല വീട്, ഭാര്യ, അതുപോലെ നല്ല സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു പോകണം. നല്ലൊരു ഭാര്യ, നല്ലൊരു വീട്, നല്ലൊരു വാഹനം, അത് വേണം. നബിയുനാ റസൂലുള്ളാഹി കഴിഞ്ഞ കൊല്ലത്തെ സലാത്തിന്റെ ഒരു ഉഷാർ ഇപ്രാവശ്യം ഇല്ല കേട്ടാ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മൈക്കാര് പിന്നെ നമ്മുടെ സ്വന്തം ആൾക്കാർ, അതുകൊണ്ട് പിന്നെ അതിനെ പറ്റി പറയണ്ട. ഇനിയിപ്പോ നിങ്ങളുടെ ശബ്ദമാണ് വേണ്ടത്. ഒന്നും കൂടെ ഉറക്കം ചൊല്ലി, ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബിന്റെ പേരിൽ എത്രയോ സ്വലാത്തുകൾ ചൊല്ലി നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, ഇത് നാളത്തേക്കുള്ള വീടാണ്. നമ്മൾ ഇന്നിപ്പോ ഉള്ള വീട്ടിൽ നമ്മൾ പിരിയും, നാളത്തേക്കുള്ള വീടാണ് നിങ്ങളുടെ ഇരുത്തം, നിങ്ങളുടെ ഇസ്തിഗ്ഫാർ, നിങ്ങളുടെ ഖുർആൻ ഓതലുകൾ ഇല്ലേ, നിങ്ങളൊക്കെ ഓരോരുത്തര് കൊടുക്കുന്ന ആ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സമ്പത്ത്, അതിന്റെ ഓരോ രൂപയും വെച്ചിട്ട് ഇവിടെ ഉള്ള മുത്തഅല്ലിമുകൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നല്ല നല്ല അൽഹംദുലില്ലാ നല്ല നല്ല ഉസ്താദുമാർ ഇവിടെ സനദ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓരോ രൂപയാണ്. അതൊക്കെ നാളത്തേക്കുള്ള ഒരു വീടാണ്, അതൊരു സന്തോഷമാണ്, അതൊരു ആദരവാണ്. അതുകൊണ്ട് നാളത്തേക്കുള്ള വീടിന് വേണ്ടി പരിശ്രമിക്കണം, അത് നിങ്ങൾ ഉണ്ടാക്കണം. മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല, ഇല്ലല്ലത്തി വഹിയ ഖബ്ലൽ മൗതി ബാനിഹ. മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീട് ഏത്? നിസ്കാരം, നോമ്പ്, സദഖ, സകാത്ത്, നിങ്ങളുടെ എല്ലാ അമലുകളും, ആ മുഴുവനും എല്ലാ അമലുകളും, അങ്ങനെയുള്ള അമലുകൾ നിങ്ങൾ ഉണ്ടാക്കണം. വ ഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹു വ ഇൻ ബനാഹാ ബിശദ്ദിൻ ഖാബ ബാനിഹ. ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ നന്മയാണ് ചെയ്തതെങ്കിൽ ഇല്ലേ, ഓരോന്നിനും ഓരോ ശിക്ഷയല്ലേ. നാളെ അള്ളാഹു മനുഷ്യന്മാരെ നരകത്തിന്റെ ചാരത്ത് അള്ളാഹു തല കൊണ്ടിരുത്തും. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഇല്ലേ. എന്നിട്ട് അള്ളാഹ് ഒരു ചോദ്യം ഉണ്ടെന്നറിയോ? ഇദാ ഉൽഖൂ മിൻഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ തകാദു തമയ്യസു മിനൽ ഗൈൽ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജു സഅലഹു ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകല്ലബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ. അല്ലാഹു നരകത്തിന്റെ ചാരത്തിൽ മനുഷ്യന്മാരെ കൊണ്ട് അല്ലാഹു ചോദിക്കട ചങ്ങായി, അലം യഅതികും നദീർ, നിസ്കരിക്കണോന്ന് പറയാൻ, നോമ്പ് നോക്കണോന്ന് പറയാൻ, ദീനിനെ ഇഷ്ടപ്പെടണമെന്ന് പറയാൻ, അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിക്കണമെന്ന് പറയാൻ നിനക്ക് ഓരോരോ മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല? അള്ളാന്റെ ഖുർആൻ വന്നിട്ടില്ലേ? ഹബീബ് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടില്ലേ? അപ്പൊ ചില മനുഷ്യന്മാരും പടച്ചോനും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ദുനിയാവിന്റെ പുറത്തോടെ നെല്ലിക്കുന്നതിന്റെ അറ്റത്തോടെ നമ്മൾ ഇങ്ങനെ നടന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞ റബ്ബ് വിടല്ല. للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹു പറയാ ജസാഅൻ വിഫാഖ, നിന്നോട് ചെയ്യാൻ പറഞ്ഞ ആ കാര്യം നീ ചെയ്തില്ല, നിനക്ക് യോജിച്ച ശിക്ഷയായത്. നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല, അതിന്റെ ശിക്ഷയായത്. ഉമ്മയെ ബാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു, നീ ചെയ്തിട്ടില്ല, അതിന്റെ ശിക്ഷയായത്. ദുനിയാവിൽ അഹങ്കാരവും ആർഭാടവും നിന്നോട് പാടില്ലെന്ന് പറഞ്ഞു, നീ അത് ചെയ്തിട്ടില്ല, അതിന്റെ ശിക്ഷയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ശരീരത്തെയും മരണത്തെ ഈ മരണം രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് ഖുർആന്റെ ആയത്ത് പറഞ്ഞില്ലേ? എന്തേ വിശ്വസിക്കാത്തത്? അല്ലേ? അല്ലാഹ് അങ്ങനെ ചോദിക്കൂല, പെട്ടുപോകും. അതുകൊണ്ടാണ് ഇവിടെ വഅമൽ ലിദാരിൻ ഗദൻ റിളവാനു ഖാസിനുഹാ വൽ ജാറു അഹ്മദു റഹ്മാനു നാശിഹാ. അതുകൊണ്ടാണ് നന്മകൾ ചെയ്യാൻ പറയുന്നത്. വഅമൽ ലിദാരിൻ ഗദൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, നാളത്തേക്കുള്ള വീടിന് വേണ്ടി നീ അമൽ ചെയ്തോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. അതിനാ നിങ്ങളിവിടെ ഞാൻ വഅദ് പറയുമ്പോഴും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ കേൾക്കുന്നത്. ഇവിടെ ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, അവരൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. പിന്നെ ഈ സദസ്സിനൊരു പ്രതിഫലമുണ്ട്, ഈ മജ്‌ലിസിനൊരു മഹത്വമുണ്ട്, ഇവിടെ ഒരു ആദരവുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് അവരിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവരോട് വഅദ് പറയാൻ പറഞ്ഞാൽ എന്നെക്കാൾ ഒരുപാട് ഇൽമുകൾ അവർ നിങ്ങളോട് പറയുമല്ലോ. അതുകൊണ്ടാണ് സഹോദര, വഅമൽ ലിദാരിൻ ഗദൽ റിളവാനു ഖാസിനുഹാ
വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹാ. അല്ലാഹുവിന്റെ റസൂലിനെ അയൽവാസിയായി കിട്ടുന്ന, അല്ലാഹുവിനെ കിട്ടുന്ന സന്തോഷത്തോടു കൂടി കടന്നു പോകുന്ന വഴിക്ക് വേണ്ടിയിട്ട് നീ പരിശ്രമിക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുമ്പോ അതിന്റെ ഏറ്റവും നല്ല തെളിവ് അവിടെന്ന് പറഞ്ഞത് മരണത്തെ പറ്റിയുള്ള ഒരേ ഒരു ചിന്തയാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ എന്നോട് പറയും ഉസ്താദ്, സുബഹി വരെ നിങ്ങൾ വാദ പറഞ്ഞോ, നമുക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു പോയേക്കാ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാ. എന്റെ പൊന്നുമോനെ, ഇവിടെ തിരുവനന്തപുരം ജില്ലയിലുള്ള ഇന്നിവിടെ സനത് മേടിച്ച ഉസ്താദുമാര് മുത്തഅല്ലിമുകൾ ഇവിടെയുണ്ടല്ലോ. ഞാൻ നിങ്ങളോടൊരു അനുഭവം പറഞ്ഞു തരാ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പഠിച്ചു കൊണ്ടിരുന്ന, തഫ്സീർ വരെ പാരായണം ചെയ്തിരുന്ന, ഒരു ആലിമാകാൻ വേണ്ടി സന്തോഷത്തോടെ ഉമ്മ പറഞ്ഞു വിട്ടിരുന്ന ഒരു പൊന്നുമകൻ അവിടെ നിന്ന് കടന്നു വരികയാണ്. ഉസ്താദിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉപ്പ എന്റെ ചെറുപ്പത്തിലെ മരിച്ചതാണ്. അല്ലാ, എന്റെ ഉമ്മയാ നമ്മളെ നോക്കുന്നത്, ഉമ്മയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്കൊരു ഉപദേശമുണ്ട്, എനിക്കൊരു അപേക്ഷയുണ്ട്. എനിക്കൊരു വിസ ഒരാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോകാൻ അവസരം തരുമോ? ഉസ്താദ് ഒരാളെ, നമ്മുടെ ഉസ്താദ് ഒരാളെയും പറഞ്ഞു വിടാറില്ല അങ്ങനെ. പക്ഷെ ഇവന്റെ കണ്ണുനീര്, ഇവന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോ ഉസ്താദ് പറഞ്ഞപ്പോ കുഴപ്പമില്ല, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. ഉമ്മാന്റെ മുമ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഉമ്മയുടെ മുമ്പിൽ പോയി പറഞ്ഞു, ഉമ്മ, ഉസ്താദ് സമ്മതിച്ചിട്ടുണ്ട്, പക്ഷേ ടിക്കറ്റ് എടുക്കാനുള്ള കാശില്ലല്ലോ. ഉമ്മ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി കൊടുത്തു. ഇത് അനുഭവമാണ് ചെറുപ്പക്കാരാ. കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി കൊടുത്തു. ആ മാല കൊണ്ടുപോയി വിറ്റിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. 4 സഹോദരിമാരോട് പറഞ്ഞു, മോളെ, ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. നിങ്ങളുടെ കല്യാണം നടക്കണ്ടേ? മൂത്ത പെങ്ങളെ നിക്കാഹിന്റെ ടൈം കഴിഞ്ഞുവല്ലോ, അതുകൊണ്ട് ഞാൻ പോയി വരട്ടെ എന്ന് പറഞ്ഞ് 4 സഹോദരിമാരോട് സലാം പറഞ്ഞിട്ട് പ്രവാസ ലോകത്ത് പോയ ചെറുപ്പക്കാരനോ, അള്ളാന്റെ ദീന് പഠിച്ചു കൊണ്ടിരുന്ന മകനാ. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ കടന്നുപോയി. 1 കൊല്ലം കഴിഞ്ഞപ്പോ മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2ാമത്തെ കൊല്ലമായപ്പോ 2ാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 3ാമത്തെ കൊല്ലമായപ്പോ 3ാമത്തെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 4ാമത്തെ കൊല്ലം ഇനി ഒരു പൊന്നുമോളെ ബാക്കിയുള്ളൂ. സുഫൈദ എന്ന് പറയുന്ന പൊന്നുമോള്, ആ പ്രിയപ്പെട്ട പൊന്നുമോള് കൂടെ ബാക്കിയുള്ളൂ. റബ്ബേ, അങ്ങനെ ഇരിക്കുമ്പോ ഉമ്മാനെ വിളിക്കുന്നു, ഉമ്മ സുഖമാണോ? ഉമ്മ എപ്പോ പോയാലും നല്ലതുപോലെ ഭക്ഷണം തരുന്നവരുമ്മയാണ്. മക്കളേന്ന് വിളിച്ച അത്രത്തോളം ചേർത്ത് വിളിക്കുന്നവരുമ്മയാണ്. ഇന്നും ആ ഉമ്മാന്റെ പൂമുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലല്ലോ. സഹോദരങ്ങളെ, അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞതാണ്, മോനെ, എന്റെ മകൻ വിളിച്ചിരുന്നു, എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇളയ മകളോടൊരു വാക്ക് കൊടുത്തു. ബാക്കിയുള്ള 3 സഹോദരിമാർക്ക് ലഭിക്കാത്ത സൗഭാഗ്യം എന്റെ പൊന്നുമോള് സുഫൈദാക്ക് കിട്ടുകയാണ്. ഞാൻ ചോദിച്ചു, അതെന്ത് സൗഭാഗ്യമാണ്? അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്. അവളോട് ചോദിക്കും, ഞാൻ ചോദിച്ചു, എന്താ മോളെ പറഞ്ഞത്? എന്റെ ഇക്കാക്ക എന്റെ നിക്കാഹിന് വരുമല്ലോ, എന്റെ കല്യാണത്തിന് വരുമല്ലോ, ഞാനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഇവനോടൊപ്പം എന്നോടൊപ്പമുള്ള സുബൈർ കടന്നു വന്നു, ജാബിറും കടന്നു വന്നു. ജാബിർ അവിടെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, എന്താണ് ഇവിടെ വിശേഷമുള്ളത്? ഉമ്മ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വലിയ സന്തോഷത്തിലാ മക്കളെ, കാരണം എന്റെ പൊന്നുമോന് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാന്റെ കണ്ണു നിറഞ്ഞു. എത്ര കൊല്ലമായി ഞാൻ അവനെ കണ്ടിട്ട്, അവൻ നല്ല തടിച്ചിട്ടുണ്ടാകുമല്ലേ? ഇവരോട് ചോദിച്ചതാണ്, അവരെന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ, അവരുമ്മ ചോദിച്ചവൻ നല്ല തടിച്ചിട്ടുണ്ടാകുമല്ലേ?
എത്ര കൊല്ലായി മോനെ പോയിട്ട് എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഇതിൽപ്പെട്ട ഒരാള് കരയാ ഒരുങ്ങി. കൂടെ ഉള്ള ഒരാള് കരയുമ്പോ ഉമ്മ ചോദിച്ചു, എന്തു പറ്റി മോനെ നിനക്ക്? ആ സമയം പറഞ്ഞു, ഉമ്മ എങ്ങനെ പറയണോന്നറിയില്ല ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി, സ്വർണ്ണൊക്കെ മേടിച്ചു, കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം തയ്യാറായി, എല്ലാം മേടിച്ചു പോകുമ്പോ ചുട്ടുപടുത്ത് കിടക്കുന്ന റോട്ടിലൂടെയല്ലേ സഞ്ചരിക്കുന്നത്, വാഹനത്തിന്റെ ടയർ പൊട്ടിയിട്ട് ആ സ്പോട്ടിൽ ഉമ്മ നമ്മുടെ കൂട്ടുകാരനങ്ങ് മരിച്ചു. ഉമ്മ, സഹോദരങ്ങളെ വിശ്വസിക്കാൻ പറ്റോ? കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഉമ്മയെ വിളിച്ചിട്ട് വർത്തമാനം പറഞ്ഞ് ഇളയ പെങ്ങളോട് വാക്കു പറഞ്ഞു, മോളെ ഞാൻ വരാ എന്ന് പറഞ്ഞു പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മരണവാർത്ത കേട്ട ഉമ്മ തളർന്നു വീണില്ലേ? 7 ദിവസങ്ങളായി മയ്യത്ത് നാട്ടിലേക്ക് എത്താൻ, 7 ദിവസങ്ങളായി മയ്യത്ത് നാട്ടിലേക്ക് എത്താ. അങ്ങനെ മയ്യത്ത് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോ ആദ്യം ഓടിപ്പോയത്, പടച്ചവനെ ഇളയ പെങ്ങളാണ്, അവക്കാണ് വാക്ക് കൊടുത്തത്, നിന്റെ കല്യാണത്തിനാണ് ഞാൻ വരുന്നത്. ഇവൾ ഓടി വന്നിട്ട് കരഞ്ഞ രംഗം ഇന്നും മനസ്സിൽ നിന്ന് മാറുന്നില്ല. ആർക്കും കൊടുക്കാത്ത ഒരു സൗഭാഗ്യം നിങ്ങൾ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞപ്പോ ഇതിത്രയും ആകുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ, ഇതിങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരയുകയാണ്. ഞാനെത്ര ഭാഗ്യം കെട്ട പെണ്ണാണ് എന്ന് പറഞ്ഞ് കരയുമ്പോ ആളുകൾ പറഞ്ഞു, ഉമ്മ പൊന്നുമോന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഉമ്മ. കേട്ടപാട് ഒരു ഭ്രാന്തിയെ പോലെ. ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ, മക്കളെത്ര കളിയാക്കിയാലും, മക്കളെത്ര കുറ്റപ്പെടുത്തിയാലും, മക്കളെത്ര ആക്ഷേപിച്ചാലും, മക്കളെത്ര ചീത്ത വിളിച്ചാലും ഉമ്മാക്കു മക്കളെന്ന് പറഞ്ഞ ജീവനാണ്. പ്രിയപ്പെട്ട പുന്നാര മകന്റെ ജനാസയുടെ ചാരത്ത് വരികയാണ്. അവിടത്തേക്കൊന്ന് കടന്നു വന്ന കണ്ണാടിക്കൂട്ടിന്റെ മുമ്പിൽ നിന്നിട്ട് അവിടെ നിൽക്കുന്നവരാളോട് പറഞ്ഞു, ഇതൊന്ന് തുറക്കാമോ? അവസാനം എന്റെ പുന്നാര മകന്റെ പൂമുഖത്ത് ഒരു മുത്തം ഞാൻ കൊടുത്തോട്ടെ, ഒന്ന് 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 തുറക്കുവോ ഇത്? ആളുകൾ പറഞ്ഞു, ഉമ്മ ദിവസങ്ങളായി ഇത് തുറക്കാൻ പറ്റൂല എന്ന് പറയുമ്പോ കണ്ണാടിക്കൂട്ടിൽ ചുടുമൊത്തം കൊടുത്തിട്ട്, മോനെ മോനെ കണ്ട് കൊതി തീർന്നിട്ടില്ലടാ, എത്ര ഉമ്മ കാത്തിരുന്നതാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 40ന്റെ അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാര് ആ വീട്ടിലേക്കൊന്ന് കടന്നുപോയി ദിക്റുകൾ ചൊല്ലി അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നേരത്ത് എന്റെ കയ്യിൽ ആ ഉമ്മ ഒരു മാല തന്നു. മോനെ ഇത് നീ കൊണ്ടുപോകണം, ഏതെങ്കിലും അനാഥ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തില് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ കടന്നു വന്നപ്പോ അവിടെയാണത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത്. ഇതെനിക്ക് വേണ്ടി എന്റെ മകൻ മേടിച്ചതാ, ഇതെനിക്ക് വേണ്ട, അവന്റെ ഖബറൊന്ന് പ്രകാശിക്കട്ടെ, അവന്റെ ഖബറൊന്ന് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നെല്ലിക്കുന്നിൽ വന്ന് എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നിന്റെ കല്യാണത്തിന് തന്നെ, നിന്റെ നിക്കാഹിന്റെ അന്ന് തന്നെ നിനക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഒരുക്കാൻ നിന്റെ കൂട്ടുകാർ വന്നേക്കാ. എന്നാ നീ എവിടെന്ന് പറയണം, വേണ്ട മോനെ, നിക്കാഹിന്റെ അന്ന് മണിയറയിലേക്ക് കടന്നു പോകാൻ കാലിവെച്ച ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീട് മരിച്ചിട്ടില്ലേ? അതുപോലെ വളാഞ്ചേരി ഭാഗത്ത്, മണ്ണാർക്കാട് ഭാഗത്ത് പാവപ്പെട്ട പൊന്നുപെങ്ങള് കല്യാണത്തിന്റെ തലയിൽ നിന്ന് കുഴഞ്ഞു വീട് മരിച്ചിട്ടില്ലേ? അങ്ങനെ എത്രയോ ചെറുപ്പക്കാര് കല്യാണത്തിന് ഒരുക്കി കൊടുക്കുമ്പോ അവിടെ കോട്ടിട്ട് കൊടുക്കുമ്പോ അവിടെ കുഴഞ്ഞു വീണ് മരിച്ചത് ഈ കാസർഗോഡിന്റെ ചരിത്രമല്ലേ? അങ്ങനെ എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ അഹങ്കാരം
മാറുന്നില്ലല്ലോ, എന്നിട്ടും നമ്മുടെ അടിപൊളി മാറുന്നില്ലല്ലോ. ഇന്നും ഓരോ സ്ഥലങ്ങളിൽ ചെന്നാല് റബ്ബേ, കല്യാണത്തിന് പുതിയാപ്പളയെ കൊണ്ടുപോകുന്നത് ഒരു ഉത്സവമാണോ എന്ന് പോലും ചിന്തിച്ചു പോകും. പടക്കവും പൂത്തിരിയുമായിട്ട് ഇല്ലാത്ത അനാശാസ പ്രവർത്തനങ്ങള് എല്ലാം കൊണ്ടുവന്നിട്ട് ഇനി എന്ത് പുതിയതുണ്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞു ഓർത്തുകൊണ്ട് നടക്കുന്ന കാലഘട്ടമാ. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരാറ് എന്റെ സഹോദരങ്ങളെ ഞാൻ ചുരുക്കി കൊണ്ടുവരികയാണ്. അതുകൊണ്ട് പറയട്ടെ, നബി തങ്ങൾ പറഞ്ഞത്, സഹബാ, മരണമെന്ന് പറയുന്നത് അത് മൗനിയായ ഉപദേശകനാണ്. സഹാബാ, മരണം അത് മൗനിയായ ഉപദേശകനാണ്. നമ്മൾ എത്രയോ ആളുകൾ നമ്മുടെ നെല്ലിക്കുന്ന് ഈ അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖബർസ്ഥാനില് എത്ര ആളുകളുടെ മയ്യത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾ ചുമന്നു കൊണ്ടുപോയി മയ്യത്ത് കുളിപ്പിച്ചു, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളോട് ഉപദേശം നൽകിയില്ല ഇതിന്റെ ആത്മാക്കള്? ആരായെന്ന് ചിന്തിക്കാം, ഒരാളും എന്ന് ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ, ഇനി ഞാൻ പറയുന്നത് ഇത് നിങ്ങളാണെന്നൊന്ന് കരുതുമോ? ഈ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് മരിച്ചു എന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? പറയുന്ന ഞാൻ ഉൾപ്പെടെ ഇത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്ത് പിരിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് സങ്കല്പിക്കാമോ നിങ്ങൾക്ക്? അല്ലാഹുവേ, നിങ്ങൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന രംഗമൊന്ന് മനസ്സിൽ കൊണ്ടുവാ. അതല്ല, ഞാനാണ് ഷമീർ ദാരിമിയാണ് ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞതെങ്കിലോ എന്റെ മയ്യത്തിന്റെ അടുക്കൽ ബഹുമാനപ്പെട്ട റഫീഖ് ഉസ്താദ് കടന്നു വരും, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എന്നേക്ക് കടന്നു വരും, അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ പ്രിയപ്പെട്ടവർ കടന്നു വരും. ആ സമയത്ത് അവരെന്റെ വസ്ത്രമൂരി മാറ്റാൻ പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ അവരെ വിളിക്കും. നിങ്ങളുടെ വസ്ത്രമൂരി മാറ്റാൻ വരുന്നവരെ വിളിച്ചിട്ട് പറയാ, യാ അഹിബ്ബായി വയാ ഇഖ്വാനി, എന്റെ സ്നേഹിതരെ, എന്റെ കൂട്ടുകാരെ, എന്നെ നിങ്ങൾ പിടിച്ചു കുലക്കല്ലേ. ആത്മാവ് വിടന്ന് പോയ വേദന മാറിയിട്ടില്ല. മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച വേദന മാറിയിട്ടില്ല. സഹോദരങ്ങളെ, അതിന്റെ ഏറ്റവും നല്ല തെളിവേതെന്നറിയോ? അല്ലാഹുവേ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാമബനു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അരികത്ത് പോയിട്ട് കുംബി ഇതിനില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാറ് പറയുന്നൊരു സമയത്ത് ഖബറങ്ങ് പൊട്ടിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ചോദിച്ചു, ഓ സാമബനു നൂഹേ, കൈഫ കാന വജത്തൽ മൗത്ത്, മരണത്തിന്റെ വേദന എങ്ങനെയുണ്ട്? ആ സമയത്ത് സാമബനു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പറഞ്ഞു, അല്ലയോ നബിയേ, 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞിട്ട് പോലും മലക്കുൽ മൗത്ത് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ആത്മാവിനെ വലിച്ചൂരിയൊരു വേദനയുണ്ടല്ലോ, ഇന്ന് വരെ അത് മാറിയിട്ടില്ലല്ലോ. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ സാമബനു നൂഹ് പോലും അപ്പോഴും പറയുന്നത് ആ വേദന മാറിയിട്ടില്ലെന്ന്. അപ്പൊ ആ സമയത്ത് ആത്മാവിനെ പിടിച്ച മനുഷ്യന്റെ കഥ പറയണോ? രണ്ടാമത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ ഞാൻ ചുരുക്കി പറയുകയാണ്, എന്നെ പിടിച്ചു കുലുക്കല്ലേ, എന്നെ സങ്കടത്തിലാക്കല്ലേ, എന്നെ ദുഃഖത്തിലാക്കല്ലേ. കുളിയെല്ലാം അവിടെ നിന്ന് കുളിപ്പിക്കുന്ന സമയവും എഴുന്നേപ്പിച്ചിരുത്തുമ്പോഴും നഖത്തിന്റെ ഇടയിലുള്ള അടുക്കെടുക്കുമ്പോഴും ഉപ്പമാരെ, നിങ്ങളുടെ ആത്മാവ് പറയുന്ന ഒന്ന്, സഹോദരങ്ങളെ, എന്നെ പിടിച്ച് നിങ്ങൾ ഉലക്കല്ലേ, എന്നെ പിടിച്ചു മറിക്കല്ലേ, വേദനിക്കുകയാണ്. എല്ലാം കുളിയെല്ലാം കഴിയുമ്പോ കുളിപ്പിക്കുന്നവര് ചോദിക്കും, കൊണ്ടുവരാറായോ? അതേ, കൊണ്ടുവന്നോ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും കൂടി നിൽക്കുകയാ. അവിടെ നമ്മുടെ ഉപ്പയുണ്ട്, നമ്മുടെ ഉമ്മയുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകളുണ്ട്, നമ്മുടെ സഹപാഠികളുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. എല്ലാവരും വന്നു നിൽക്കുമ്പോ
3 കഷണം വെള്ളത്തുണിയിൽ എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുകയോ. അവിടന്ന് കാല് കെട്ടുന്നു, അവിടന്ന് അരഭാഗം കെട്ടുന്നു. ഇനി കെട്ടാൻ ബാക്കിയുള്ളതോ അത് തലഭാഗം മാത്രമാ. തലഭാഗം കെട്ടാൻ വരുന്നവരോട് പറയോ, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഫലാ തസുദ്ദ കഫന റഅസി ഹത്താ അറാ വജ്ഹ അഹ്ലി വഔലാദി ഫഇന്ന ഹദാ ആഖിറു റുയതി. വേദനയോടെ നമ്പരത്തോടെ പറയാ, എന്റെ കാല് കെട്ടിയവരെ, എന്റെ അരഭാഗം പൊതിഞ്ഞവരെ, ഇനി നിങ്ങൾ എന്റെ തലഭാഗമാണ് കെട്ടാൻ പോകുന്നത്. ഇത് ദാരിമി വിളിച്ചു പറയാറുള്ളതാ, നിങ്ങൾ പറയാറുള്ളതാ. എന്റെ തലഭാഗം നിങ്ങൾ പൊതിയല്ലേ, ഇത് അവസാനത്തെ കാഴ്ചയാ. എന്റെ ഭൂമുഖം അവരൊന്ന് കാണട്ടെ. അല്ലാഹുവേ, ഇനി ഒരു കാഴ്ചയില്ലല്ലോ, ഇനി കാണാൻ പറ്റൂലല്ലോ, ഇത് അവസാനത്തെ കാഴ്ചയാണ്. അതുകൊണ്ട് ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആര് കേൾക്കാനാ? ഷമീർ ദാരിമിയുടെ തലഭാഗം അങ്ങ് കിട്ടിയില്ലേ? ഉപ്പാ, നിങ്ങളുടെ തലഭാഗം കിട്ടിയിട്ട് കൊണ്ടിറങ്ങാം നേരം അവിടെ നിൽക്കുന്നവരോട് ആത്മാവ് പറയാ, ചെറുപ്പക്കാരാ, എത്ര യുവാക്കളാടാ മരിച്ചുപോയത്. പൊന്നുമോനെ, നിങ്ങളുടെ ആത്മാവ് അവരോട് പറഞ്ഞ്, നിങ്ങളെ കണക്കുള്ള ചെറുപ്പക്കാർ നോക്കിയിട്ട് പറഞ്ഞത്, ഞാനിവിടെ നിന്ന് പോവുകയാണ്. എന്റെ ചുറ്റുഭാഗത്തു നിൽക്കുന്നവരെ, എന്റെ മക്കൾ അനാഥ മക്കളാണ്, എന്റെ പുന്നാര മക്കൾ അനാഥരാക്കിയിട്ട് ഞാൻ പോവുകയാണ്. ഇനി ആരുമില്ല എന്റെ മക്കൾക്ക്, ഇനി ആരുമില്ല. എത്രയോ യതീംഖാനകളില് എത്രയോ പാവപ്പെട്ട പെണ്ണുമക്കള് പാത്രവും പിടിച്ചു നിൽക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ എത്രയോ സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഈ തൊട്ടടുത്ത് പോലും മാടന്നൂര് ആ കോളേജിൽ വഅദ് പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരൻ ഹനീഫ ഹുദവിയുടെ കോളേജില് വഅദ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവസാനം സദസ്സ് പിരിവ് ചോദിച്ചു. ആ പിരിവിന്റെ സമയത്ത് കണ്ടാല് 10-12 വയസ്സുള്ളൊരു പൊന്നുമോൻ സ്റ്റേജിലേക്ക് കടന്നു വന്നു. 500 രൂപ എന്റെ കയ്യിൽ തന്നു. തന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തു മോനെ? അവനങ്ങ് പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് പറയാൻ പോലും കഴിയാതെ വന്നപ്പോ അവിടുത്തെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ, ഉമ്മ തൊട്ടടുത്താണ് മരിച്ചത്, ബാപ്പ 1 കൊല്ലം മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്, 2 പേരും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അറിയാതെ പൊട്ടിപ്പോയി. എത്രയോ മിനിറ്റ് പറയാൻ പോലും പറ്റാതെ നിന്നുപോയി. എത്രയോ പാവപ്പെട്ട അനാഥ മക്കളുണ്ട്. എത്തീമെന്നെ പലരും വിളിച്ച്, എത്ര രാവിൽ വിശപ്പു സഹിച്ച്, കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്, ആട്ടമില്ലൊറ്റ പാട്ടില്ലെനിക്ക്, കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്. അല്ലാഹുവേ, അതുപോലെ എത്ര അനാഥ മക്കളോ, 20 വയസ്സുള്ള, 30 വയസ്സുള്ള, 36, 37 വയസ്സുള്ള എത്രയോ ചെറുപ്പക്കാർ ഇവിടെ പറഞ്ഞ് നെല്ലിക്കുന്ന മക്കാമിൽ കൊണ്ടുവരുമ്പോ, ഈ കിടക്കുന്ന മക്കാനിൽ കൊണ്ടുവന്നിട്ട് കബറടക്കുമ്പോ, എന്റെ സഹോദരങ്ങളെ, അന്ന് അവര് നിങ്ങളെ കണക്കുള്ള, അദ്ദേഹത്തെ കണക്കുള്ള യുവാക്കൾ വരുമ്പോ പറഞ്ഞത്, എന്റെ മക്കളെ ഞാൻ അനാഥ മക്കളാക്കിയല്ലോ, ഇനി അവരെ നോക്കാൻ ഒരാളില്ലല്ലോ, അവര് നിങ്ങളുടെ മുമ്പിലേക്ക് എന്ന് വന്നു കഴിഞ്ഞ അവര് നിങ്ങൾ ആട്ടി ഓടിക്കല്ലേ. എന്റെ ഭാര്യയെ ഞാൻ വിധവയാക്കിയല്ലോ, അവളിന്നി തനിച്ചാട്, അവളിന്നി തനിച്ചാണ്, അവളെ നിങ്ങൾ കുറ്റപ്പെടുത്തല്ലേ, അവളെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. അവസാനം എല്ലാവരും കൂടെ മയ്യത്തവിടന്ന് കൊണ്ടിറങ്ങുമ്പോ അവിടന്ന് വിളിച്ചു പറയാ, എന്നെ ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, ഒന്ന്
ചോദിക്കാമോ, എന്റെ വീടിന്റെ അകത്തട്ടിൽ ആരോ കരയുന്നുണ്ട്? എന്റെ മക്കളാണോ, എന്റെ ഭാര്യയാണോ, എന്റെ പ്രിയപ്പെട്ടവരാണോ? ആരാണ് കരയുന്ന എന്നറിയില്ലല്ലോ. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ അവരുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും സലാം പറഞ്ഞു. ഇനി തിരിച്ചു വരൂല്ല, എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുന്നവര്, ഉപ്പാ ഇനി തിരിച്ചു വരൂലെന്ന് പറഞ്ഞിട്ട് യാത്ര ചെയ്യുകയാണ്. പടച്ചവനേ, അങ്ങനെ ആളുകൾ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ നടക്കുന്നവരോട് പറയാ, ഫലാ തഗുറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. മോനെ, എന്നെ ദുനിയാവ് ചതിച്ചടാ. എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ കൊണ്ടുപോകുന്നവരെ, നെല്ലിക്കുന്നിലേക്ക് ആളുകളുടെ മയ്യത്ത് കൊണ്ടുവരുമ്പോ അവരുടെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ ഒരു വർത്തമാനം, എന്നെ ചുമന്നുകൊണ്ട് നെല്ലിക്കുന്നിലിന്റെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് വെക്കാൻ പോകുന്നവരെ, എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട്. എത്രയോ വക്തുകൾ ഞാൻ മുടക്കി, എന്റെ ശരീരം മുഴുവനും ഞാൻ എങ്ങനൊക്കെ ചായം പോറ്റാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചായം പുരട്ടി. ദുനിയാവിന്റെ പുറത്ത് എന്തൊക്കെ ആർഭാടത്തിൽ പോകാൻ പറ്റുമോ അതൊക്കെ ഞാൻ കടന്നുപോയി. അതുമാത്രമല്ല, പലിശയുമായി ബന്ധപ്പെട്ടു പോയി, അതുപോലെ ലോട്ടറിയുമായി ബന്ധപ്പെട്ടു പോയി. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തടാ. എന്നെ ദുനിയാവ് ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തുഗറന്നകുമുദ്ദുനിയാ കമാ ഗറതനീ. എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ, എന്നെ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ, മോനെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. എനിക്കിന്ന് നിസ്കരിക്കാൻ പറ്റോ, എനിക്കിന്ന് നോമ്പ് നോക്കാൻ പറ്റോ, എനിക്കിന്ന് സ്വതക്ക ചെയ്യാൻ പറ്റോ? ഞാൻ എത്ര ആലിമീങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അവരുടെ അടുക്കൽ പോയി പൊരുത്തം ചോദിക്കാൻ പറ്റോ? എനിക്കൊന്നും ഇനി പറ്റൂല. അതുകൊണ്ട് എന്നെ ചുമന്നു കൊണ്ടുവരുന്നവരെ, നിങ്ങളെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. എല്ലാവരും കൊണ്ടുവന്ന് ഈ പള്ളിയുടെ അങ്കണത്തിൽ അകത്തട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മയ്യത്തു നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്നിറങ്ങുമ്പോ, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്നിറങ്ങുന്ന സമയത്ത് വിളിക്കാ, എവിടേക്കാടായി പോകുന്നത്? നിങ്ങളെ പോലെ ഒരുപാട് തിരക്കെനിക്കുണ്ടായിരുന്നു, ഒരുപാട് അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു. ഇന്ന് എനിക്കെല്ലാം നിന്നുപോയി. ഇനി എനിക്ക് ഒരു തിരക്കില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന വീട്, ആ ഖബറൊന്ന് കാണാതെ പോകല്ലേ, ആ ഖബറൊന്ന് കണ്ടുപോണേ. അങ്ങനെ എല്ലാവരും കൂടെ മയ്യത്ത് കൊണ്ട് വന്നിട്ട് ആ പള്ളിപ്പറമ്പിലേക്ക് അങ്ങ് വെക്കുകയാണ്. പലകയിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിയാൻ പോവുകയോ. നോക്കു വാപ്പമാരെ, അതാ നിങ്ങളുടെ ഓരോരുത്തരുടെ വലത് ഭാഗത്ത്, നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങളുടെ വലത് ഭാഗത്തും എന്റെ ഇടത് ഭാഗത്ത് ഒരുപാട് കബറുകളെ കാണാ. അല്ലാ ഓർക്കുന്നോ? അതിനെ പറ്റിയില്ല. പരംവിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട്. നാട്ടിലെ കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ, ഖബറെന്ന ഭയങ്കര വീട്ടിലെ, വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാരടി മണ്ണാണ്. മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയിന്മേ തണ്ണീരകം ചേർത്തു മണ്ണതിനാല് അടവാക്കും വീടവീനെ പാറിലേ. കനമേറും മീസാങ്കല്ലും മണ്ണും മാതിലുമീതെ മറമാടും കബറുബഹു ചോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോ ഉറ്റവരെല്ലാം കരുളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരെന്ന, ഉലകത്തിൽ തണി എന്നിലാരെന്ന. അതുകൊണ്ട് സഹോദര
സഹോദരങ്ങളെ, പച്ചമണ്ണാകുന്ന ഖബറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞോ പിന്നെ നമുക്ക് രക്ഷയില്ലല്ലോ. പിന്നെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ നന്മ ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ എനിക്ക് സന്തോഷത്തിലേക്കും മടങ്ങിപ്പോകാമെന്ന് പറയാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. അതുകൊണ്ട് നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വന്നോ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നു വന്നോ. മരിക്കുന്ന സമയത്ത് നമ്മുടെ അമാലുകള് നമ്മുടെ കൺമുമ്പിൽ കാണാൻ വേണ്ടി കൊതിച്ചോ. നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തവും നമ്മുടെ സദസ്സുകളും നമ്മുടെ സ്വലാത്തുകളും നമ്മുടെ എല്ലാ നന്മകളും നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മുമ്പിൽ വരണം. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, സഹബാ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ നന്മകൾ കൂടി കാണുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ നേരത്ത് കരയുന്ന സമയത്ത് ഭാര്യ ചോദിക്കാ, അല്ല അബൂ ഹുറൈറ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ പറഞ്ഞു, പെണ്ണേ എന്റെ മുമ്പിൽ നന്മകളും തിന്മകളൊക്കെ വരുമല്ലോ, എന്റെ മുമ്പിൽ തിന്മകളാണോ കൂടുകയെന്നറിയില്ല. ഉടൻ തന്നെ പറഞ്ഞതിനെന്തിനാ നിങ്ങൾ വേദനിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകള് ലോകത്ത് വിതറിക്കൊടുത്ത നിങ്ങൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ പോലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല കരഞ്ഞിട്ട് പറയാ, മോളെ എന്റെ മുമ്പിൽ എന്റെ നന്മ വരുന്നത് വരെ എനിക്ക് പേടിയാ. മുത്തുനബി തങ്ങളുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ അമൂല്യമുത്തുകള് ലോകത്തിന്റെ നെറുകയിലേക്ക് ഇട്ടുകൊടുത്ത മഹാനുഭാവം പറയാ, എന്റെ മുമ്പിൽ എന്റെ നന്മ വരുന്നത് വരെ എനിക്ക് പേടിയാ. അതുകൊണ്ടല്ലേ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞത്, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് മുസ്തിലലഹു മാലുഹു വബലദുഹു വഅമലുഹു. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പില് അവന്റെ നന്മകൾ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. അവന്റെ മക്കൾ ഇനി ഏത് രാജ്യത്താകട്ടെ ആ മക്കളെ അല്ലാഹു രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുകയാ. സമ്പത്തുകൾ അല്ലാഹുവിന് വേണ്ടി ചിലവഴിച്ചവരാണോ, മുത്തഅല്ലിമുകൾക്ക് വേണ്ടി കൊടുത്തവരാണോ, പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പിയവരാണോ, വിവാഹപ്രായമെത്തിയിട്ട് കല്യാണം കഴിക്കാൻ കഴിയാതെ നിവർത്തിയില്ലാതെ എത്രയോ പാവപ്പെട്ട പെൺമക്കളുണ്ട്, അവരെ വന്ന് സഹായിക്കാൻ കടന്നു പോയവരാണോ? എന്നാ മുത്തിലലഹു മാലുഹു അല്ലാഹു സമ്പത്തിനെ രൂപപ്പെടുത്തി കാണിക്കുമ്പോ അവിടെ നമ്മുടെ നന്മകൾ വരട്ടെ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്, ഒന്നാമത്തത് മരണത്തെ പറ്റി ഓർക്കുക, രണ്ടാമത്തതോ നിന്റെ മുമ്പിൽ നിന്റെ നന്മ വരുന്നെന്നുള്ള ചിന്ത നീ ഓർക്കുക, മൂന്നാമത്തതോ കിടക്കുന്ന സമയത്ത് തൗബ ചെയ്യാതെ കിടക്കാതിരിക്കുക, നാലാമത്തതോ കുടുംബബന്ധം മുടക്കിയവരാണോ അതിനെ ചേർത്തവരായിട്ട് കിടക്കുക, അല്ലെങ്കിലോ പരാജയമാണ് സഹാബ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് സന്തോഷമായി പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും പിരിഞ്ഞുവെങ്കിലോ ഇന്നെന്റെ മുമ്പിൽ കടന്നിരിക്കുന്നവരെ അൽഹംദുലില്ലാഹ് ഞാൻ വലിയ സന്തോഷമുള്ളവനാണ്. ഇത്രയും നേരമെങ്കിലും എനിക്ക് പറയാൻ പറ്റുമെന്ന് ചിന്തിച്ചവനല്ല, അത്രയും വല്ലാത്ത ടെൻഷനില്ല ഞാൻ ഇന്നിവിടെ വന്നത്. പക്ഷേ നിങ്ങളുടെയൊക്കെ ദുആ ബറക്കത്ത് കൊണ്ട് ഇതുവരെ പറയാൻ പറ്റി. അല്ലാഹുവേ ഈ മജ്ലിസിൽ വന്നവരെ, ഇവിടെ ഇരുന്നവരെ, ഇത് കേട്ടവരെ, അല്ലാ എല്ലാവരെയും നമ്മളെ ഒരുമിച്ച് നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിൽ ഞങ്ങളെ കടത്തണേ അല്ലാ, ഞങ്ങളെ കടത്തണേ അല്ലാ, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ഖബർവാസികൾ, അല്ലാഹുവേ അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.